കാർട്ടൂണിസ്റ്റ്, പ്രസാധകൻ, ബാലസാഹിത്യകാരൻ, ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ശ്രീ അനിൽ വേഗയാണ് ഇന്നത്തെ അക്ഷരം.comന്റെ അതിഥിയെ സജീവമാക്കാനെത്തുന്നത്. സ്വാഗതം ചെയ്യാം. നമസ്കാരം. കാർട്ടൂൺ എന്നും എക്കാലത്തും എല്ലാവരും ഇപ്പം വലിയ ചിരിക്കാത്ത ഹിറ്റ്ലറിനെ പോലും ചിരിപ്പിച്ച ഒന്നാണ് കാർട്ടൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ രംഗത്തേക്ക് ഉള്ള ഒരു വരവിന് വളരെ മുമ്പ് തന്നെ ഈ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലം മുതലേ ഈ വരയോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പത്മകുമാർ ഓർക്കുന്നില്ലേ, നമ്മുടെ ഒരു കാലത്ത് ചിത്രകഥകൾ കൊണ്ട് തന്നെ നിറഞ്ഞിരുന്ന ഒരു പത്രങ്ങളുടെ ഒരു കാലമുണ്ട് ഇല്ലേ? എല്ലാ ദിവസവും മാൻഡ്രേക്ക്, ഞായറാഴ്ച ദിവസം ഫാൻഡം, റിക് കിർബി, അങ്ങനെ മോഡസ്റ്റി ബ്ലേസ്, എനിക്ക് തോന്നുന്നത് 100 കണക്കിന്. ഇപ്പോൾ അതുകൂടാതെ തന്നെ മലയാളത്തിൽ തന്നെ ധാരാളം ചിത്രകഥകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നുമില്ല, കിട്ടുന്നില്ല. ഒരു കാലഘട്ടത്തിലെ കഥകളെ, ചരിത്രകഥകളെ, എനിക്ക് തോന്നുന്നത് പല ആഴ്ചപ്പതിപ്പുകളിലും ഈ പറയുന്ന വടക്കൻ പാട്ട് കഥകളൊക്കെ എത്ര രസകരമായി, അതെ അതെ അതെ, അതൊക്കെ എത്ര രസകരമായിട്ട് ആയിരുന്നു ചെയ്തിരുന്നത്. അതൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ചെറുപ്പകാലം തൊട്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രകഥകളും കാർട്ടൂണുകളും വരച്ചാൽ എന്തായി എന്നുള്ള ചിന്തയുണ്ടായി ചെറുപ്പം തന്നെ. എൻ്റെ ആദ്യത്തെ ഈ ചിത്രകഥ പ്രസിദ്ധീകരിക്കുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 10ാം തരത്തിൽ പഠിക്കുമ്പോഴാണ്. അങ്ങനെ അതൊരു കാലം കൂടിയാണ് കേട്ടോ. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്ന് ഈ പ്രോത്സാഹനമൊക്കെ എങ്ങനെയുള്ളതായിരുന്നു? ഇപ്പം അതിനുവേണ്ടി പ്രത്യേക വല്ല പരിശീലനം നേടിയോ? അങ്ങനെ ഒന്നുമില്ല. വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് എതിർപ്പൊന്നുമില്ലായിരുന്നു. എന്നാലും ഒരു കാർട്ടൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സറ്റയർ, ഒരു ആക്ഷേപഹാസ്യവും അല്ലെങ്കിൽ കുറിക്കുകൊള്ളുന്ന ഒരു നർമ്മവും ഒക്കെ അതിന് അനിവാര്യമാണല്ലോ. ഈ മെറ്റീരിയൽസൊക്കെ എങ്ങനെ കളക്ട് ചെയ്യുമായിരുന്നു? അങ്ങനല്ല, പ്രധാനമായിട്ടും എനിക്ക് എല്ലാ കാര്യത്തിനെയും ഈ പറയുന്ന പോലെ ഒരു ഹാസ്യാത്മകമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് വളരെ ചെറുപ്പം തൊട്ടേ ഉണ്ട്. അത് പക്ഷേ ഭയങ്കര പ്രശ്നമുള്ളൊരു സാധനം കേട്ടോ. കാരണം നമ്മൾ ഈ സാധാരണ ആൾക്കാരോട് അവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേ അതിനെ സറ്റയറായിട്ട് നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുമ്പോൾ ആൾക്കാർ അതിനെ പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ല. പലപ്പോഴും അത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഉൾക്കൊള്ളുന്ന തമാശ മറ്റൊരാൾക്ക് തമാശ സീരിയസ് ആയിട്ടുള്ള ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പം കാർട്ടൂണിസ്റ്റുകൾ വരയ്ക്കുന്നതെല്ലാം ആ അർത്ഥത്തിൽ ജനങ്ങൾ സ്വീകരിക്കണമെന്നില്ല. അയാൾ ചിന്തിക്കുന്നത് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചെറുപ്പം തൊട്ട് അങ്ങനെ ഒരു ഇപ്പം ധാരാളം കാർട്ടൂൺ ചിത്രകഥകളും ഈ പറയുന്ന കോമിക്സുകളും ഒക്കെ കണ്ടു വളർന്ന ഒരു ബാല്യം ഉണ്ടായിരുന്നുകൊണ്ടാവാം ഇത്തരം കാര്യങ്ങളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ബേസ്. അതാണ് അവിടെ നിന്നാണ് ഒരു ഇത്. അതെ 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 അതെ. പ്രത്യേകിച്ച് പിന്നെ കോട്ടയം പോലുള്ള ഒരു വലിയൊരു നഗരം, അതെ നമ്മൾ അക്ഷര നഗരം എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. കാര്യം ഇപ്പം അല്ല തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ സാധാരണക്കാർ പോലും വായിക്കപ്പെടുന്ന പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ആ കാലഘട്ടം മുതലേ അതിലൊക്കെ വരയ്ക്കാനുള്ളൊരു അവസരം ലഭിച്ചിരുന്നു അല്ലേ? ഉണ്ട്. കോട്ടയം ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറുപ്പത്തിൽ തന്നെ വരച്ചിരുന്നു. ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നിൽക്കുന്നൊരു തട്ടകമുണ്ടല്ലോ, നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത്. ഇപ്പം ഞാൻ വളർന്നതും ജനിച്ചതും പഠിച്ചതും ഒക്കെ പുളിക്കൽ കവല 14 മൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ തന്നെ ഏതാണ്ട് 1946 മുതൽ അവിടെ ഒരു വായനശാല, നോവൽറ്റി ക്ലബ്ബ് എന്ന് പറഞ്ഞുണ്ട്. ഈ സമയത്ത് ആലോചിക്കണം, കോട്ടയത്തു നിന്ന് തലച്ചുമടായിട്ട് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ വിതരണം ചെയ്യുന്ന ഒരു പൂർവ്വസൂരികളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ തന്നെ അത്രയും വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ നാട്ടിലൊരു അറിവും വിദ്യാഭ്യാസവും ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന എൻ്റെ പഴയ തലമുറ ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആ ലൈബ്രറിയും ആ ലൈബ്രറിയുടെ ഒരു കളിക്കളവും വോളിബോളും അതുമൊക്കെ അതുമായിട്ട് എന്താ പറയുക, നാട്ടുശീലങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് ഇഴ ചേർന്ന് നിൽപ്പുണ്ട്. നാട്ടു നന്മയുടെ ഒരു പച്ചപ്പ് ഇപ്പോഴും തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അതുകൊണ്ട് അവിടെ തന്നെയല്ലേ ഇപ്പോഴും, ഇത്രയും വർഷമായിട്ട് ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയിൽ എല്ലാ കാർട്ടൂണിസ്റ്റുകളെ കാണുമ്പോഴും ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യമാണ്. കാരണം അവരൊരുപാട് പരിമിതികൾക്കുള്ളിലാണ്. ഞാൻ പറഞ്ഞത് അതിൻ്റെ ക്രിയേറ്റീവ് തലത്തിലാണ്. അവർക്കെല്ലാം വരയ്ക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്സ്, രാഷ്ട്രീയമാണല്ലോ ഇതിനകത്തൊരു പലപ്പോഴും കടന്നു വരുന്നൊരു വിഷയം. അതെ. അപ്പം ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ രാഷ്ട്രീയ സംസ്കാരം എങ്ങനെയാണ് ആ പരിമിതിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റുന്നത്? ഈ പലപ്പോഴും കാർട്ടൂണിസ്റ്റിന് രാഷ്ട്രീയം പാടില്ല, നിഷ്പക്ഷനായിരിക്കണം എന്നാണ് പൊതുവെ കാർട്ടൂണിസ്റ്റുകളുടെ ഒരു ഈ മാനിഫെസ്റ്റോ വേണേ പറയുന്നത്. അങ്ങനെ പറയാം. കാരണം ഒരു നിഷ്പക്ഷനായിട്ട് നിന്നേ വരയ്ക്കാൻ പാടുള്ളൂ. കാരണം എല്ലാ സ്ഥലത്തിലെ അഴിമതികളെയും കാര്യങ്ങളെയൊക്കെ തുറന്ന് കാണിക്കുന്ന ഒരാളായിരിക്കണമല്ലോ കാർട്ടൂണിസ്റ്റ് സ്വാഭാവികമായിട്ടും. പക്ഷേ പലപ്പോഴും കാർട്ടൂണിസ്റ്റിന് അയാളുടേതായ ഒരു രാഷ്ട്രീയമൊക്കെ പലർക്കും ഉണ്ടാവാം. പക്ഷെ അവർ നിൽക്കുന്ന തട്ടകം പലപ്പോഴും അവരുദ്ദേശിക്കുന്ന പോലെ പ്രകടിപ്പിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഒരു പക്ഷത്തിന് വേണ്ടി നിൽക്കേണ്ടി വരും. ഒരു പത്രത്തിൽ നിൽക്കുമ്പോൾ പത്രത്തിൻ്റെ പോളിസി നോക്കേണ്ടി വരും.
അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഒരു വലിയ വിഷയമാണ്. അതുപോലെ തന്നെ ഇപ്പം 100 വർഷം അല്ലേ കാർട്ടൂണിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എത്ര സമ്പന്നമായ ഒരു 100 വർഷമാണ്. അതെ 100 വർഷം. അത് ഒരു കാർട്ടൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ 100-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് മാത്രമല്ല, നമുക്കറിയാമല്ലോ ഈ കേരളത്തിൽ നിന്ന് പറയുന്നത് തന്നെ കാർട്ടൂണിസ്റ്റുള്ള നാടാണ്. എത്രയോ പ്രഗത്ഭരായ കാർട്ടൂണിസ്റ്റുകളുണ്ട്. കാർട്ടൂണിസ്റ്റ് എന്നും പറയാനുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കില്ല കേട്ടോ, അങ്ങനെ പറയാനുള്ള ഒരു യോഗ്യതയൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ ഇവരുടെയൊക്കെ കൂടെ ചേർന്ന് നിൽക്കുന്നതല്ലാതെ അങ്ങനെ ഒരു അടയാളപ്പെടുത്താൻ മാത്രമുള്ള ഒരു കാർട്ടൂൺ. പക്ഷേ ഈ പറയുന്ന കണക്ക് ഈ കാർട്ടൂൺ രംഗമായിട്ടുള്ള ഒരു സജീവമായിട്ട് സക്രിയമായിട്ടുള്ള ഒരു ഇടപെടൽ അതെ ഒരു പ്രസാധകൻ കൂടാണ്. അതുകൊണ്ടായിരിക്കാം ടോംസിൻ്റെ ഒക്കെ ആത്മകഥ പബ്ലിഷ് ചെയ്തപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു അല്ലേ? കാരണം അതിൻ്റെ മേക്കിങ്ങിലായാലും അതിൻ്റെ അവതരണത്തിലും ഒക്കെ പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ നാഥ സാറിൻ്റെത് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനിയിപ്പം യേശുദാസ് സാറിൻ്റെ വരുന്നുണ്ട്, സുകുമാർ സാറിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഈ അവരുമായിട്ടുള്ള ഒരു വല്ലാത്തൊരു സൗഹൃദത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയൊക്കെ ഒരു ഊഷ്മളത ആസ് എ പബ്ലിഷർ എന്നുള്ള നിലയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2004 മനോരമയിൽ നിന്ന് പോരുന്നത്. അതിനുശേഷം 2012 ഡോൺ ബുക്സ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. ഈ പ്രസിദ്ധീകരണം തുടങ്ങുന്നതിലും ഒരു രസകരമുണ്ട് ഒരു കാര്യമുണ്ട്. അതായത് ഇതിൻ്റെ പേരൊക്കെ ഇട്ട കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഡിറ്റക്റ്റീവ് നോവലുകളാണ്. അതിലേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ജെയിംസ് ഹാർലി ചേസിൻ്റെ ഡിറ്റക്റ്റീവ് നോവലുകളാണ്. അത് ഈ ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു 1970 അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ 70 എഴുതിയ ഇതിൻ്റെ അകത്തെ പല കാര്യങ്ങളും അതിൻ്റെ ടെക്നോളജിയിൽ ഒക്കെ ഇന്നത്തെ ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ അന്ന് നടന്നിരുന്നതായിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ലൈവാണ് ഇത്തരം കാര്യങ്ങൾ. ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു പ്രസിദ്ധീകരണം ഈ പറയുന്ന പോലെ ഒരു പ്രസാധക സംഘം ഉണ്ടാകുന്നത്, ഡോൺ ബുക്സ് എന്ന് പറഞ്ഞത്. പിന്നീടാണ് ഈ പറയുന്ന കാർട്ടൂണിസ്റ്റ് എന്ന നിലയ്ക്ക് ഈ ടോം സാറിനെ പോലുള്ളവരുടെ പുസ്തകങ്ങളൊക്കെ കൂടെയൊക്കെ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ആഗ്രഹം വരികയും അത് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിൻ്റെ ആത്മകഥ തരികയും ചെയ്തത്. ഇപ്പം ഇത് 100 വർഷം ആകാൻ പോവുകയാണ്. ഈ 100 വർഷമായിട്ട് നമ്മൾ ഡോൺ ബുക്സ് ഇപ്പം 100 പുസ്തകങ്ങളാണ് അനൗൺസ് ചെയ്ത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ തന്നെ മികച്ച കാർട്ടൂണിസ്റ്റുകളായ നാഥൻ സാറിൻ്റെ സമ്പൂർണ്ണ കാർട്ടൂൺ ബുക്ക് പ്രസിദ്ധീകരിച്ചു. ഡോൺ ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. ഏതാണ്ട് ഒരു 512ഓളം പേജുണ്ട്. അത്തരത്തിലൊരു പുസ്തകം ഇതുവരെ ഒരു മലയാളത്തിലൊരു കാർട്ടൂണിസ്റ്റിൻ്റെ ഇതുവരെ വന്നിട്ടില്ല. ഈ കാർട്ടൂൺ ബുക്കിൻ്റെ ചുവട് പിടിച്ച് ഇനി ഒരു 100 കാർട്ടൂൺ അങ്ങനല്ല, ഇത് 101 എന്ന് പറയാൻ വേണമെങ്കിൽ 101 പുസ്തകങ്ങൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനി വരാൻ പോവുകയാണ്. ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്നു, കാർട്ടൂൺ ചെയ്യുന്നു, പുസ്തകങ്ങളും നന്നായി പ്രസാദം ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ ബ്ലോഗിലും സജീവമാണ്. ഞാൻ പലപ്പോഴും ചില കുറിപ്പുകൾ വായിക്കാറുണ്ട്. വളരെ ഗൃഹാതുര നൊസ്റ്റാൾജിക് എന്ന് നമ്മൾ പറയുന്ന ഒരു ക്ലീഷേ ആയിട്ടുള്ളൊരു പദമാണെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ ഗൃഹാതുര വളരെ അമ്മയെക്കുറിച്ചുള്ള ഒരു കാര്യം പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ പറ്റി പറയുന്നു. അതിൻ്റെ ഒരു സ്വീകാര്യത എങ്ങനെയാണ് ബ്ലോഗ്? ഇതിൽ പലപ്പോഴും അതായത് നമ്മളൊരു ജോലിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരേ ജോലി ചെയ്താൽ നമുക്ക് മടുക്കും. വരച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. എന്നാ ഇഷ്ടമുള്ള രീതിയാണ്. എഴുതിക്കൊണ്ടിരുന്നാൽ പത്മകുമാറിനും മടുക്കും. അത് സ്വാഭാവികമാണ്. അപ്പം നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പം ഇതിനിടയ്ക്ക് കിട്ടുന്ന ഒരു ഇൻബിറ്റ്വീൻ, അതിൻ്റെ ഒരു സ്പേസാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മളെ അങ്ങനെ അത് മാത്രമല്ല, നമ്മളൊരു സമൂഹ ജീവി എന്ന നിലയ്ക്ക് ഇവിടെ നടക്കുന്ന വിഷയങ്ങളെ നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഞാൻ കാണുന്നത്. പക്ഷേ അത് ഗുണമായിട്ടും ദോഷമായിട്ടും ഉപയോഗിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. കുറേ ശത്രുക്കളുണ്ടെന്നൊക്കെ പല സുഹൃത്തുക്കളും എന്നോട് അതിൽ അത് നമ്മളിപ്പോൾ ഒരാളെ ശത്രുപക്ഷത്ത് നിർത്താൻ വേണ്ടിയിട്ട് എഴുതുന്നൊന്നും അല്ലതൊന്നും, എഴുതുന്നോ വരയ്ക്കുന്നോ അങ്ങനെയല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇപ്പം അടുത്ത കാലത്ത് ഞാനൊരു ഇതെഴുതിയപ്പം ഒരു കുറിപ്പ് എഴുതിയപ്പം ഒരാൾ വന്ന് പറഞ്ഞു, ഇത് ചെങ്ങന്നൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതിയതാണെന്ന് പറഞ്ഞു. ചെങ്ങന്നൂർ ഇലക്ഷനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം നമ്മളൊരു കാര്യം എഴുതുമ്പം
ഇതേപോലെ 10 സ്ഥലത്ത് ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്, ഈ നമ്മൾ എഴുതുന്ന ക്യാരക്ടറുകൾ, ഒരേ സ്വഭാവമുള്ള ക്യാരക്ടറുകൾ. അപ്പോൾ അവർ കരുതുകയാണ് ഇയാൾ എന്നെക്കുറിച്ചാണല്ലോ, ഇയാൾ എന്നെക്കുറിച്ചാണല്ലോ എഴുതുന്നതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അല്ലാത്ത പ്രതികരണങ്ങളൊക്കെ വരാറുണ്ട്. ഞാനതൊക്കെ വളരെ ആരോഗ്യകരമായിട്ട് എടുക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. പിന്നെ അത്തരം രചനകളൊക്കെ പുസ്തകമാക്കാനുള്ള താല്പര്യം ഇപ്പം സ്വന്തമായിട്ടല്ല, പലരും ഇപ്പോൾ ബ്ലോഗ് എഴുത്തിൻ്റെയൊക്കെ പുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത്തരം പുസ്തകങ്ങൾക്ക് എന്ത് സ്വീകാര്യത ഉണ്ടാവും നമ്മുടെ ഒരു വായനാ സമൂഹത്തിൽ? അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്ന അത് പിന്നീട് പുസ്തകമാകും വലിയ കാര്യമില്ല. പിന്നെ നമ്മൾ നമ്മുടെ അച്ഛനെക്കുറിച്ച് എഴുതി, അമ്മയെക്കുറിച്ച് എഴുതി, നമ്മൾ ചെറുപ്പത്തിൽ ആരെങ്കിലും കണ്ട കാര്യങ്ങൾ എഴുതി, നമ്മൾ പണ്ട് കണ്ട ചില ഓർമ്മകളെക്കുറിച്ചൊക്കെ എഴുതുമ്പം അത് എല്ലാവർക്കും ഓർമ്മകളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്കുള്ള പോലെ തന്നെ ബാല്യകാല ഓർമ്മകൾ പത്മകുമാറിനുണ്ടാകും, ഇല്ലേ? അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ നമ്മൾ അത്തരം ഒക്കെ പുസ്തകമാക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഓടിക്കളിച്ചിരുന്ന സ്ഥലം, അല്ല ഞാൻ ഇതുപോലെ എഴുതിയിരുന്ന, അല്ലെങ്കിൽ ഇതുപോലെ കളിച്ചിരുന്ന, അതുപോലെ ഇതുപോലെ പാടിയിരുന്ന, വരച്ചിരുന്ന എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും എനിക്കും ഒക്കെ. എന്നാലും ഈ ബ്ലോഗൊക്കെ മിസ്യൂസും ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ വേണ്ടത്ര സ്റ്റഡി ഒന്നും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ചില നമ്മുടെ സെലിബ്രിറ്റീസ് ബ്ലോഗ് എഴുതുന്നുണ്ട്. അവരൊരു വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ട് വേറൊരു വിഷയം വരുമ്പോൾ എഴുതാതിരിക്കുമ്പോൾ മനഃപൂർവ്വം എന്ന് പറയും. അവരുടെ മൗനം, എന്തുകൊണ്ട് താങ്കൾ അത് എഴുതിയില്ല? താങ്കൾ അത് മാത്രമല്ല, ഇതിനകത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പ്രതികരിക്കാം. ഈ മുൻപ് 300 രൂപയ്ക്ക് 1 GB കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1 രൂപയ്ക്ക് 1 GB കിട്ടും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്ന ഘട്ടമായി. അതുകൊണ്ട് വലിയ വളർച്ചയുണ്ട്. ഇത് പുസ്തകത്തിലും ഇതിൻ്റെ പ്രസാധന രംഗത്തും വലിയ ഗുണമായി. പുസ്തകത്തിൻ്റെ പ്രസാധന രംഗത്ത് ഈ സോഷ്യൽ മീഡിയ വലിയ പങ്കാണ് വഹിക്കുന്നത്. കാരണം നമുക്ക് തന്നെ ഇപ്പോൾ ഒരു പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര രൂപ വേണം? ഇതിപ്പോൾ അതിൻ്റെ നമ്മൾ തന്നെ പബ്ലിഷർ, നമ്മൾ തന്നെ എഡിറ്റർ. അതിൽ ഉണ്ടാകുന്ന പദാനുപദങ്ങൾ അപകടം ഉണ്ടായിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അല്ല, നമ്മൾ തന്നെ എഡിറ്റർമാരും കൂടെ ആകണം. നമ്മൾ തന്നെ എഡിറ്റർമാരാണ്. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം ഇത് കാര്യം നോക്കാൻ അങ്ങനെ വിഷയമുണ്ട്. അതുപോലെ തന്നെ ഈ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സാഹിത്യത്തിലും സാംസ്കാരിക രംഗത്തൊക്കെ വളരെ പഴയതിനേക്കാളും കൂടുതലുണ്ട്. ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നൊക്കെ നമ്മൾ സാധാരണ കോമൺ ഭാഷ പറയുന്നത്, അത് വളരെ കൂടിപ്പോയില്ലേ? ഇവിടെ ഇപ്പം ഇത് ഒരു വലിയൊരു ട്രെൻഡായിട്ട് മാറിയേക്കുക. അത് എനിക്കങ്ങനെ തോന്നുന്നു. കാരണം നമ്മൾ പല എഴുത്തുകാരെയും നമ്മൾ വളരെ ആരാധനയോടെ നോക്കുന്ന എഴുത്തുകാരെക്കാളൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള എത്ര പേരുണ്ട് ഇപ്പോൾ? കാരണം എല്ലാ ദിവസവും അവരൊരു വിവാദം ഉണ്ടാക്കും. ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അവരങ്ങ് പ്രതികരിക്കും എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്ട്രീം പ്രതികരിക്കും. ഇനി അവർക്കെതിരെ പുലഭ്യം പറയാനായിട്ട് ഒരു സംഘം ആൾക്കാർ. പക്ഷേ ഈ പുലഭ്യം പറയുന്ന മണ്ടന്മാർക്ക് അറിയില്ല ഇവരുടെ ലക്ഷ്യം എന്താണെന്ന്. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർക്ക് ഇത് വെച്ച് വിൽക്കാനുള്ള ഒരു പ്രോഡക്റ്റ്, ലൈവായിട്ട് നിൽക്കുക. പിന്നെ ലൈവായിട്ട് നിൽക്കുന്നതിനിടയ്ക്ക് കുറച്ച് താഴോട്ട് പോയാൽ ഉടനെ അടുത്ത വിവാദം ഉണ്ടാക്കും. അങ്ങനെ എത്രയോ പേരെ അറിയാം. നമുക്ക് പേരെടുത്തൊന്നും ആരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്നാലും ഉണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ അത് അവരെ ഇപ്പോൾ അംഗീകരിച്ചു തുടങ്ങി. അവരാണ് പല പ്രധാന എഴുത്തുകാരേക്കാൾ മുകളിലെന്ന് പറഞ്ഞു തുടങ്ങിയിപ്പോൾ. അതാണ് അവരുടെ പുസ്തകങ്ങൾ ഇപ്പം നമുക്ക് തന്നെ വിൽക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഇപ്പോൾ ഞാനൊരു പ്രസാധന നിലയ്ക്ക് ഇത്തരത്തിലുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് ഞാനും നോക്കുന്നത്. കാരണം നമുക്ക് പുസ്തകം വിൽക്കണ്ടേ? എങ്ങനെ ഒരു പുസ്തകം കണ്ടെത്തുന്നത്? എൻ്റെ പുസ്തകങ്ങൾ പലപ്പോഴും ഞാൻ പെട്ടെന്ന് ഓർക്കാൻ കാര്യം ചങ്ങമ്പുഴയുടെ കഥകൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ്. കാരണം അത്ര ഇപ്പോൾ ചങ്ങമ്പുഴ ഒരു കവിയായിട്ടൊക്കെ നമ്മൾ കാണുന്നത്, പക്ഷേ ചങ്ങമ്പുഴ കഥകൾ എഴുതിയിട്ടുണ്ടോ എന്ന് ഇപ്പോഴും സാഹിത്യ വിദ്യാർത്ഥികൾ വരെ സംശയിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലം. അപ്പോൾ എങ്ങനെയാണ് ഒരു പുസ്തകം എങ്ങനെ അത് കണ്ടെത്തുന്നത്? ഒരു കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് വർക്കിൻ്റെ ഭാഗമാണല്ലോ. അല്ല, ഇതൊക്കെ ഇതിനകത്ത് പലപ്പോഴും നമ്മളിപ്പം ഒരു വ്യത്യസ്തമായൊരു പുസ്തകം കണ്ടെത്തണമെന്ന് കരുതി നമ്മൾ തിരഞ്ഞു നടക്കുന്നതല്ല. ഇതൊക്കെ യാദൃശ്യമായി കണ്ണിൽപ്പെടുന്നുണ്ട്. പക്ഷേ ഈ കണ്ണിൽപ്പെടുന്ന സംഭവത്തെ ഇതിലൊരു സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുന്നതിൽ കാര്യമുണ്ട്. ആ സാധ്യത തിരിച്ചറിയുന്നതായിരിക്കണം ഒരുപക്ഷെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ വേറൊരു പ്രസാധകനെ തിരിച്ചറിയണമെന്നില്ല. തിരിച്ചറിയുന്ന പ്രസാധകരാണ് കൂടുതലും. അല്ലാതെ എന്നെപ്പോലെ തന്നെ അല്ലെ എന്നേക്കാൾ എത്രയോ മികച്ച പ്രസാധകരാണ്. ഭയങ്കര ഒരു മത്സരമുണ്ട് ഇപ്പം ഇടയ്ക്ക്. ഇപ്പം മമ്മൂട്ടി അറിയാത്ത കാര്യങ്ങൾ എന്ന ടൈറ്റിൽ, അതെ പലപ്പോഴും ശീർഷകങ്ങൾ, ഇപ്പോൾ ചങ്ങമ്പുഴയുടെ കഥകൾ എന്നാണ് ടൈറ്റിൽ. മമ്മൂട്ടി അറിയാത്ത കാര്യങ്ങൾ. അപ്പോൾ മമ്മൂട്ടി അറിയാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ശീർഷകത്തിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രസക്തി ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുക്കള, എനിക്കൊന്ന് ഒരു കിച്ചൺ ലിറ്ററേച്ചർ രംഗത്ത് തന്നെ കുറേ പുസ്തകങ്ങൾ ആ ഒരു പരമ്പര പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഭാഗത്തുണ്ട്, കച്ചവടം ചെയ്യണം എന്നുള്ളത്. അതിനകത്തുനിന്ന് ഈ നമ്മുടെ പുസ്തക പ്രസാധനത്തിൻ്റെ ഒരു സാംസ്കാരിക
പ്രതിബദ്ധത എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനിപ്പോൾ എന്നെ കാരണം ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്, അതുകൊണ്ടും കൂടാണ് ചോദിക്കുന്നത്. അല്ല, ഒരു പുസ്തകങ്ങൾ ഇറക്കുമ്പോൾ തീർച്ചയായും ഒരു ലെവലിന് താഴേക്കുള്ള പുസ്തകങ്ങൾ ചെയ്യാതിരിക്കാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. കാരണം കച്ചവടം മാത്രം നോക്കാറില്ല. അപ്പോൾ പുസ്തകങ്ങൾ ഇറക്കുന്ന കാര്യത്തിൽ ആ അസംഖ്യം വായനക്കാരുടെ ഇടയിലും ഞാനും ഒരു വായനക്കാരനാണെന്നുള്ള ഒരു അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ പുസ്തകങ്ങൾ, എൻ്റെ പുസ്തകങ്ങളുടെ ഒരു കാര്യത്തിൽ ഈ പുസ്തകങ്ങൾ 100 പുസ്തകങ്ങൾ ഇപ്പം വന്നു. അപ്പോൾ എന്നോട് ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, താങ്കൾക്ക് വേണമെങ്കിൽ അതൊരു ഈ പറയുന്ന പോലെ ഒരു ലിംക അവാർഡിന് ശ്രമിച്ചുകൂടെ? കാരണം ഈ 100 പുസ്തകങ്ങളുടെ കവറ്, 100 പുസ്തകങ്ങളുടെ എഡിറ്റിങ്, 100 പുസ്തകങ്ങളുടെ ലേഔട്ട്, ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പുസ്തകം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇത് വിതരണത്തിൻ്റെ കാര്യത്തിൽ, ഇപ്പം പുസ്തകത്തിൻ്റെ കാര്യത്തിൽ വലിയ സാധ്യതയല്ലേ. ഒന്ന് ഓൺലൈനിൽ എത്ര ബുക്ക് സ്റ്റോറാണ് വന്നിരിക്കുന്നത്, എന്തോരം പുസ്തകക്കട ഉള്ള ധാരാളം. കേരള ബുക്ക് സ്റ്റോർ പോലെ, ഇന്ദുലേഖ പോലെ, അങ്ങനെ ധാരാളം ഈ ഓൺലൈൻ ലോകത്ത് ഇറങ്ങുന്ന ഏത് പുസ്തകം വേണമെങ്കിലും നമുക്ക് ഒരു നൊടി നേരം. പിന്നെ അതുപോലെ തന്നെ എല്ലാ പ്രസാധകർക്കും ഇപ്പം അവരുടെ തന്നെ ഓൺലൈൻ ബുക്ക് സ്റ്റോർ ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ വരരുചി എന്നും പറഞ്ഞൊരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ തുടങ്ങാൻ പോവാണ്. അതിനകത്ത് തന്നെ വരരുചി ഒരു മാഗസിൻ ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഒരു കാർട്ടൂൺ ഓറിയൻറ്റഡ് ആയിട്ടൊരു മാഗസിനോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇല്ലസ്ട്രേഷൻസ് ധാരാളമായിട്ട് വരച്ചിട്ടുണ്ട്, അകത്തും പുറത്തും ഒരുപാട് വരച്ചിട്ടുണ്ട്. അതിനകത്ത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഒരു ക്യാരക്ടർ ഇപ്പം തന്നെ ഇല്ലസ്ട്രേറ്റഡ് ക്ലാസിക്സിൻ്റെ ഒരു സീരീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കഥാപാത്രത്തെ വരയ്ക്കുമ്പോൾ ആ കഥാപാത്രം തന്നെ അവസാനം വരെ ആ മുഖഭാവത്തിലൊന്നും ഒരു കുഴപ്പമില്ല. അതെങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരിക? കാരണം എപ്പോൾ വേണമെങ്കിലും പാളിപ്പോകുന്ന ഒരു സാധനമാണ്. പക്ഷേ ആ ക്യാരക്ടർ നമ്മൾ വായിച്ച് തുടങ്ങുമ്പോഴുണ്ടാകുന്ന ആ ക്യാരക്ടറിൻ്റെ ഒരു ഗ്രോത്ത് അവസാന നിമിഷം വരെ ആ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് കഴിയുന്നു. ഇത് മനസ്സിൽ ആദ്യമേ രൂപപ്പെടും. അല്ല, ഈ കോമിക് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് അതിന് തന്നെ പ്രത്യേക ഒരു സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാർ തന്നെയുണ്ട്. ഇപ്പം ഞാൻ കുറേ വരച്ചിട്ടുണ്ട്. എൻ്റെ ബാക്കി ചിത്രകഥകളൊക്കെ ഞാൻ ആദ്യകാലത്തൊക്കെ എനിക്ക് ചിത്രകാരന്മാരെ കിട്ടുകയില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ പല ശൈലി വരച്ചിട്ടുണ്ട്. പിന്നീട് ചിത്രകാരന്മാരൊക്കെ നമ്മളോട് സഹകരിച്ച് തുടങ്ങി. ഇപ്പം ധാരാളം, ഇപ്പം എനിക്ക് തോന്നുന്നത് 2004 തൊട്ട് ഇപ്പം 13 വർഷമായിട്ട് ഏതാണ്ട് 10,000 കണക്കിന് പേജുകൾ വരച്ചു കഴിഞ്ഞു. അതിൽ നിന്നാണ് നമ്മൾ ഈ ഇപ്പം 20 പുസ്തകങ്ങൾ SPCS ഇറക്കിയിരിക്കുന്നത്. SPCS ഇപ്പോൾ അടുത്ത കാലത്ത് ഇറക്കിയിരിക്കുന്ന ഇല്ലസ്ട്രേറ്റഡ് ക്ലാസിക്സ് തന്നെ എനിക്ക് തോന്നുന്നത് ഭയങ്കര സ്വീകാര്യതയാണ് അതിന്. കാരണം ഇതിനകത്തിപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, നമ്മൾ ഈ പ്രസാധന രംഗത്ത് പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ വലിയ മാറ്റമൊന്നും ഒരു മാറ്റവും വരാതെ നിൽക്കുന്ന ഒരു മേഖലയാണ് ഈ ബാലസാഹിത്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഇതനുസരിച്ച് ലൈബ്രറി കൗൺസിലൊക്കെ 30% പുസ്തകങ്ങൾ കുട്ടികൾ വാങ്ങണമെന്ന് നിർബന്ധം വെച്ചേക്കാണ്. പക്ഷേ പുറത്തിറങ്ങുന്ന പുസ്തകങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് നേരത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഇന്ന് കൊടുക്കുന്നതും ഈ പണ്ട് രാജകുമാരൻ മരക്കുതിരെ കയറി പോയ കഥയും അല്ലേ, ആ മഞ്ചാടി ഗുരുവിൻ്റെ കഥയൊക്കെയാണ്. ഇന്നും അതാണ് പറയുന്നത്. കുട്ടികൾ ആ മാറ്റം വന്നെന്ന്, ഈ ഏത് കാലത്താണ് അവർ നിൽക്കുന്നതെന്നും 4 വയസ്സുള്ള കുട്ടി ഉപയോഗിക്കുന്ന ഗെയിമുകൾ ഏതൊക്കെയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണ്ട ഇവർക്ക് കൊണ്ട് കഥകൾ കൊടുക്കാൻ. പല വേഷങ്ങൾ അല്ലേ, ഇപ്പം പിന്നെ ശങ്കരാചാര്യ ബഹുകൃത വേഷം എന്ന് പറയുന്ന പോലെ പല വേഷങ്ങൾ. പക്ഷെ ആ വേഷങ്ങളൊക്കെ എടുത്തണിയുമ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു സാന്നിധ്യം, നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു സ്ഥലം നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നു എന്ന് പറയുന്നൊരു നിസ്സാരപ്പെട്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട ജോലികളാണ്. ഇപ്പോഴും സജീവമായിട്ട് ചെയ്യുന്നു. ഇപ്പം കാർട്ടൂൺ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 100 പുസ്തകം ചെയ്യുന്നു, പുതിയ ഫിലിം പ്രോജക്റ്റുകൾ വരുന്നു, പുതിയ പുസ്തകങ്ങൾ വരുന്നു, പുതിയ ആക്ടിവിറ്റീസ് ഒക്കെ പലത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ധാരാളം ഈ മേഖലയിൽ പ്രവർത്തിക്കേണ്ട ഒരാളാണ്. അതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമസ്കാരം.